മാങ്കൂട്ടത്തിനായി തമിഴ്നാട്ടിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. SIT തമിഴ്നാട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായം തേടി ഞായറാഴ്ച വരെയുള്ള രാഹുലിന്റെ സഞ്ചാരപാത ലഭിച്ചു എന്നാണ് സൂചന. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കേരള പോലീസിനെ സഹായിക്കാൻ എത്തുന്നുണ്ട്. ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് വിവരങ്ങളുമായി. ശാന്തകുമാർ, വളരെ വിദഗ്ധമായി ഒളിയിടങ്ങളിൽ നിന്ന് ഒളിയിടങ്ങളിലേക്ക് മാറി മാറി പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, പാലക്കാട് ജില്ലയോട് അതിർത്തിയോട് ചേർന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ നഗരങ്ങൾ തന്നെയാണ് പൊള്ളാച്ചിയും അതുപോലെ തന്നെ കോയമ്പത്തൂരും. ഈ രണ്ടിടങ്ങളിലായി ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ സഞ്ചാരപാത ഒരുക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ അവർ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുള്ള സാഹചര്യവും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. ഈ കോയമ്പത്തൂരിലും ഒപ്പം തന്നെ പൊള്ളാച്ചിയിലുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. അത് രണ്ട് സംഘം, ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന SIT വിദഗ്ധ സംഘം രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഒരു സംഘം കോയമ്പത്തൂരിലും ഒരു സംഘം പൊള്ളാച്ചിയിലുമായിട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ മുതൽ അവർ തമിഴ്നാട്ടിൽ തന്നെയാണുള്ളത്. തമിഴ്നാട് പോലീസിന്റെ സഹായവും തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹായം തേടിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വാർത്ത കൊടുത്തതുപോലെ തന്നെ പുതിയ മൊബൈൽ നമ്പറുകളും പുതിയ മൊബൈൽ ഫോണുകളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ആ നമ്പറുകളുടെ ഉറവിടം എല്ലാം കണ്ടെത്തുന്നതിന് തമിഴ്നാട് പോലീസിന്റെ സഹായം ചിലപ്പോൾ വേണ്ടിവരും കേരള പോലീസിനെ. ആ അക്കാര്യങ്ങൾ കൂടി തമിഴ്നാട് പോലീസിനെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു കേസിലെ പ്രതിയായിട്ടുള്ള പാലക്കാട് MLA തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളത് തമിഴ്നാട് പോലീസിന് കൂടി കൃത്യമായ വിവരം, രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ വിവരം കേരള പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ വിഭാഗം പങ്കുവച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകളും തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരിലുമായി കഴിഞ്ഞ ദിവസം നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തമിഴ്നാട് പോലീസിന്റെയും ഒപ്പം തന്നെ കേരള പോലീസിന്റെയും ഈ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ കോയമ്പത്തൂരും അതുപോലെ തന്നെ പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതായത് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോയമ്പത്തൂരും പൊള്ളാച്ചിയിലുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ അല്ലെങ്കിൽ പിടികൂടാൻ ഉടൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. അതിനുള്ള എല്ലാ ഊർജിത ശ്രമം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് പോലീസും ഈ കാര്യത്തിൽ കേരള പോലീസിനെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, ശാന്തകുമാർ, വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, അതിജീവിതയുടെ മൊഴിയിൽ നിന്ന് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയ വിവരം അനുസരിച്ച് നഗ്ന ചിത്രങ്ങൾ, നഗ്ന വീഡിയോകൾ അടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ, സൈബർ ലിഞ്ചിങ് അതിജീവിതയ്ക്കെതിരെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നു, പിച്ച് ചീന്തുകയായിരുന്നു അതിജീവിതയെ. ഇപ്പോഴാണ് ഒരു ചെറിയ കുറവെങ്കിലും, അതും കുറവെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ചെറിയ തരത്തിൽ ഒരു ഇത് വന്നിട്ടുള്ളത് ഇപ്പോഴാണ്, ഈ ദിവസമൊക്കെയാണ്. കാരണം കേസുകൾ കൂടുതലായി വന്നപ്പോൾ ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തു നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ കൂടുകയല്ലേ ചെയ്യുക, ഊർജിതമാവുകയല്ലേ ചെയ്യുക. വളരെ വേഗം കസ്റ്റഡിയിലെടുക്കേണ്ടത് സത്യത്തിൽ ഒരു ആവശ്യകത തന്നെയല്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായും അത് തന്നെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. വലിയ തോതിലുള്ള സൈബർ ആക്രമണം തുടരുന്ന അത് തന്നെയാണ് അതിജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള PR ഏജൻസികൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. സൈബർ ഇടങ്ങളിൽ അവയെല്ലാം പല വിധത്തിലുള്ള ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതാണ്. നമുക്കറിയാം, ഒരു 3 മാസം മുമ്പാണ് ഈ അതിജീവിതയുടെ ആദ്യ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. അതിനുശേഷം ഇത് വൂക്കേഴ്സ് എന്ന് ചോദിച്ച് തള്ളിക്കളഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തലത്തിലുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാവുകയും ചെയ്ത് പിന്നീട് അത് ഒരു ഒളിയിടത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായി. അതായത് പാലക്കാട് MLA കഴിഞ്ഞ 6 ദിവസമായി ഒളിയിടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു യുവ ജനപ്രതിനിധി കഴിഞ്ഞ 6 ദിവസമായി എവിടെയാണെന്ന് അവരുടെ പാർട്ടിക്ക് പോലും അറിയില്ല എന്നുള്ള, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് പോലും അറിയില്ല എന്ന് പ്രതികരണങ്ങൾ വരുമ്പോൾ എത്ര കണ്ട് ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തികളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഓരോ രേഖകളും അല്ലെങ്കിൽ ഓരോ മുന്നറിയിപ്പുകളും നമുക്ക് എല്ലാവർക്കും കേരള സമൂഹത്തിനാകെ മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ആ കേസിൻ്റെ വലിയ തോതിലുള്ള ആഴത്തിലുള്ള ഒരു കേസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് പാലക്കാട്ട് നിന്ന് മുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി പാലക്കാട് നിന്ന് മാറുകയും മുങ്ങുകയും ചെയ്യുന്നത്.
അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് പൊള്ളാച്ചിയിലാണ് കേന്ദ്രീകരിച്ചത് എന്ന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം തന്നെ വിവരം ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ നിലവിലുള്ള ഫോൺ നമ്പറുകൾ ഒന്നും ഉപയോഗിക്കാതെ പുതിയ ഫോൺ നമ്പറുകളും ഒപ്പം തന്നെ പുതിയ മൊബൈൽ ഫോണുകളും ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലരുമായി ബന്ധപ്പെട്ടത്. ആ ചിലരുമായി ബന്ധപ്പെട്ടവരിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ഫോണുകളും നമ്പറുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള വിവരങ്ങൾ അവർ കൃത്യമായി ലഭിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിധം ഈ ഞായറാഴ്ച വൈകുന്നേരം വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഞ്ചാരപാത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അത് തമിഴ്നാട്ടിലാണ്, അതായത് കേരളത്തിനോട് ചേർന്നുള്ള പാലക്കാടിനോട് ചേർന്നുള്ള കോയമ്പത്തൂരിനും പൊള്ളാച്ചിയിലുമായി തന്നെ ഈ നമ്പറുകൾ ഉണ്ട്, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നാളെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നത്. മുൻകൂർ ജാമ്യ ഹർജിക്ക് വേണ്ട രേഖകൾ തയ്യാറാക്കുകയും അതിനു വേണ്ട തെളിവുകൾ തയ്യാറാക്കുകയും ഒരു സംഘം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻകൂർ ജാമ്യം കോടതിയിൽ എത്തും മുമ്പ് കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം ഊർജിതമായി നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെ ഇന്നലെ മുതൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതിന് തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായം തേടിയിരിക്കുന്നു. തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗം കേരള പോലീസിനെ സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, ഇന്ന് തന്നെ പിടികൂടുവാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ശാന്തകുമാർ? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന സൂചനകൾ? കൃത്യമായി അന്വേഷണ സംഘം വലിയ തോതിലുള്ള വല വിരിക്കൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെയാണ് ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഫ്ളാറ്റിലെ ആ അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. കാരണം ഒരു കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യം മാത്രം അതിന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു കെയർ ടേക്കറെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ആ ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല. അന്വേഷണ സംഘം ഇന്നലെ ഒരു 11 മണി മുതൽ പാലക്കാടില്ല, അവർ മറ്റിടങ്ങളിലേക്ക് പോയി. അവർ ഇന്നലെ മുതൽ തന്നെ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് പോലീസിന് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേന്ദ്രം എവിടെയുണ്ട്, ഇല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം പരിപൂർണമായും ഇന്നലെ മുതൽ തമിഴ്നാട്ടിലാണ്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പൊള്ളാച്ചിയിലും കോയമ്പത്തൂരിലുമാണ്. അത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും തുടരുന്നത്. ഏത് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി.